അപ്പോൾ ഇപ്പോഴത്തെ ഈ വെയിലിന് ദന്തപാല എണ്ണ 8 ദിവസമൊക്കെ ധാരാളം മതി കേട്ടോ. അപ്പോൾ ഇലകൾ കണ്ടോ, നമ്മളെ ദന്തപാല എണ്ണയുടെ ഇലകളൊക്കെ കരിഞ്ഞു. ഇന്നത്തെ വെയിലും കൂടി കൊണ്ടാ മൂത്തു കേട്ടോ. അപ്പോൾ നമ്മൾ കൈകൊണ്ട് അങ്ങനെ തുടരുത് കേട്ടോ. ഇതിൻ്റെ യഥാർത്ഥ കളർ ഈ ഒരു മുന്തിരി ചുവപ്പാണ്, കണ്ടല്ലോ. അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഇത് തൊലയോട്ടിയിൽ വല്ലാതെ ചൊറിച്ചിലും താരൻ്റെ കേടുള്ള ഒരു ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമ്മളെ കയ്യമ്പിലൊക്കെ ഉണ്ടാവും, കാലുമ്പിലൊക്കെ ഒരു തരം സോറിയാസിസ് പോലെ ചൊറിയലൊക്കെ, അതിനൊക്കെ ഇത് അത്യുത്തമമാണ്. വേറെ ഒന്നും വാങ്ങണ്ട കേട്ടോ. അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എനിക്ക് വിശ്വാസമില്ല. ഇതെന്താണെന്നറിയോ, ഇതാണ് ദന്തപാല. നമ്മൾ ദന്തപാല എണ്ണ ഉണ്ടാക്കാൻ തുടങ്ങുക കേട്ടോ. ഭയങ്കര വെയിലാതെ അമ്മ ഇങ്ങനെ ഫാഷനിലൊക്കെ നിൽക്കണേ. അപ്പം നമ്മൾ എണ്ണ ഓൾറെഡി ചൂടാക്കാൻ വെച്ചു, കണ്ടോ. ഇതാ നമ്മളെ എണ്ണ 2 ലിറ്ററിലാട്ടോ നമ്മളിപ്പോൾ ഉണ്ടാക്കണത്. നമ്മൾ ഈ ദന്തപാല അങ്ങനെ ഇടണ്ട കേട്ടോ. ഒന്ന് പിച്ചിട്ടോളുണ്ട്, ഒന്ന് നമ്മൾ ഇങ്ങനെ ഒന്നും പിച്ചി ചീന്തി ഇടാം. ഇത് നമുക്ക് 7 അല്ലെങ്കിൽ 14 ദിവസം ആകുമ്പോഴാട്ടോ ഇതിൻ്റെ പ്രിപ്പറേഷൻ ആവുള്ളൂ. ചിലപ്പോൾ 7-ാം ദിവസത്തേക്ക് ആവും. ഇനിയിപ്പോൾ വെയിലിനനുസരിച്ചിട്ടാ, ഇനിയിപ്പോൾ അറിയില്ല. കണ്ണു കാണാത്ത തന്തയെ കൂട്ടി. മക്കളെ, നമ്മൾ രാവിലെ വെയിലത്ത് വെച്ച ദന്തപാല ഓയിലിൻ്റെ കളറ് കണ്ടോ. അപ്പോൾ നമ്മളിതൊരു 7-8 ദിവസം വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല റെഡ് കളറായി വരും കേട്ടോ. ഇതിങ്ങനെ പാകമായിട്ടില്ലേ, പാകമായ റെഡ് കളറാവും, ഇല പറ്റ കരിയും, കണ്ടോ. അതിപ്പോൾ വാടിയിട്ടേ ഉള്ളൂ. അപ്പോൾ അമ്മ 7 ദിവസം കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ, വേണ്ടവർക്കൊക്കെ. അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്യാം, 7 ദിവസം കഴിയട്ടെ കേട്ടോ. അപ്പോൾ നമ്മളെ ദന്തപാല എണ്ണ എന്തിനാന്ന് എല്ലാവർക്കും ഉണ്ടാവുമല്ലേ വിചാരം. നമ്മളെ തലയോട്ടിയിലുള്ള താരൻ പോവാൻ ദന്തപാല എണ്ണ ഒരു ഒന്നാന്തരം മരുന്നാണ്. അതേപോലെ നമ്മളെ സ്കിന്നിലുണ്ടാകുന്ന അലർജി മാറാൻ പാല എണ്ണ ഒരു ഒന്നാന്തരമാണ്. പിന്നെ സോറിയാസിസ് പോലുള്ള അസുഖങ്ങൾ, സോറിയാസിസ് ചൊറിച്ചിൽ, അതുപോലെ വ്രണങ്ങൾ ഉണ്ടായിട്ട് ഉണങ്ങിയിട്ടുള്ള കലകൾ പോവാൻ, അതിനൊക്കെ നമ്മളെ ദന്തപാല എണ്ണ ഒരു ഒന്നാന്തരം എണ്ണയാണ് കേട്ടോ. അപ്പോൾ ദന്തപാല എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഇല നമ്മൾ വിശ്വാസമുള്ള ഒരാളുടെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ആ ഇല നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഇട്ട് വെച്ചതാണത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നേക്ക് 8-ാം ദിവസമായിരുന്നു. അപ്പോൾ നമ്മളുടെ ദന്തപാല എണ്ണയുടെ കേടൊക്കെ കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഊറ്റിയാണ്. അപ്പോൾ ദന്തപാല എണ്ണ കാണാം. അപ്പോഴത്തെ ഈ വെയിലിന് ദന്തപാല എണ്ണ 8 ദിവസമൊക്കെ ധാരാളം മതി കേട്ടോ. അപ്പോൾ ഇലകൾ കണ്ടോ, നമ്മളെ ദന്തപാല എണ്ണയുടെ ഇലകളൊക്കെ കരിഞ്ഞു. ഇന്നത്തെ വെയിലും കൂടി കൊണ്ടാ മൂത്തു കേട്ടോ. എണ്ണയുടെ കളറൊക്കെ മാറി, കണ്ടോ. നമ്മളെ നാച്ചുറൽ കളറായി. കാരണം മുന്തിരി ചുവപ്പാണ് കേട്ടോ അതിന് കളറ് വരിക. അപ്പോൾ ഒരു വൈദ്യർ പറഞ്ഞു തന്നിട്ട് അതേപോലെയാണ് കേട്ടോ ഞാനിപ്പോൾ എണ്ണ ഉണ്ടാക്കണത്, കണ്ടോ. വീട്ടിലെ അമ്മയൊക്കെ ഇതന്നെ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ഇല ഇങ്ങനെ വെയിൽ കൊള്ളിക്കണം, കണ്ടല്ലോ. ഒന്ന് മുകളിലേക്ക് ആക്കി വെക്കുക ഇല ഡെയിലി, കണ്ടോ. ഒരു 3 പ്രാവശ്യം 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇളക്കണം കേട്ടോ ദിവസവും, കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇത് വേണ്ടവർക്കൊക്കെ ആവശ്യപ്പെടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് വേണ്ടവർക്കൊക്കെ സെയിൽ ചെയ്യണത് തന്നെയാണേ. അപ്പോൾ ഇത് നമുക്ക് ഉച്ച തിരിഞ്ഞിട്ടാട്ടോ ഇത് നമ്മൾ ഊറ്റി പാത്രത്തിലാക്കണത്. ഇപ്പം ഇനി ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് വൈകുന്നേരം ഇത് പാത്രത്തിലാക്കണതും കൂടി കാണിച്ചു തരണ്ടേ കേട്ടോ എല്ലാവർക്കും. അപ്പോൾ കണ്ടോ, നമ്മളുടെ ദന്തപാല എണ്ണ റെഡിയായി കേട്ടോ. പപ്പടത്തിൻ്റെ പോലെ കേട്ടോ ഇലകളൊക്കെ. എന്താ 2 കോലുമുറിന്ന് ആരും കരുതരുത്, കൈകൊണ്ട് തൊടാൻ പാടില്ല. ഇതിൽ നമ്മൾ ഇളക്കാനൊരു ചട്ടുകം ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇതിലൊന്നും ഇങ്ങനെ പൊക്കി വെക്കണം നമ്മളെപ്പോഴും ഇല, അല്ലെങ്കിൽ അടിയിലത്തെ ഇല ഇങ്ങനെ മുകളിലേക്ക് വരുത്താൻ ഇതേ ഉള്ളൊരു മാർഗം, കണ്ടോ. ഇനി നമുക്ക് ഇങ്ങനെ ചെയ്യാം, പപ്പടം പോലെ കറുമുറുന്നനെ കേട്ടോ ഇലകളൊക്കെ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നേക്ക് 10-ാം ദിവസം, എൻ്റെ വിചാരം 8-ാം ദിവസമാണ്. ഈ കോലുമുറി ഞാൻ അങ്ങനെ ഈ ഇലകൾ ഇങ്ങനെ മുകളിലേക്ക് വെക്കാൻ, ഈ ചട്ടുകത്തിൻ്റെ മുകളിലേക്ക് വെക്കാനാട്ടോ കോലുമുറി. കയ്യിൽ അങ്ങനെ തൊടാൻ പാടില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് കൊണ്ടുപോയിട്ട് ഊറ്റാട്ടോ. ഇപ്പോൾ ടെറസിൻ്റെ മുകളിലാണ്, വെയിൽ പോയി.
അപ്പോൾ നമ്മളിതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഈ ഇല നമുക്ക് കണ്ടോ അരിച്ചെടുക്കണം. കണ്ടല്ലോ, ഇത് 10 ദിവസം വെയിൽ കൊണ്ട ഇലയാണ് കേട്ടോ, ഇലയും എണ്ണയും കൂടി. അപ്പോൾ ഇത് നമുക്ക് ധൈര്യമായിട്ട് തേക്കാം കേട്ടോ. ഒരു കെമിക്കലും നമ്മളിതിൽ ചേർക്കണില്ല, ഇനി യാതൊന്നും ചേർക്കില്ല. നമ്മൾ ഈ എണ്ണ എങ്ങനെയും തരിക ചെയ്യണം കേട്ടോ എല്ലാവർക്കും. ഈ ഇല ഇങ്ങോട്ട് എടുക്കുകയാണല്ല. അപ്പോൾ നമ്മളെ എണ്ണ റെഡിയായി. ഈ ഇല കണ്ടോ, തന്നെ ഇതിൻ്റെ കണ്ടോ 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 ശബ്ദം പപ്പടം പോലെ കണ്ടോ. ഇല പൊടിയുക ചെയ്യണം കണ്ടല്ലോ. ഇനി എല്ലാ സത്തും ഇതിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇത് വേണ്ടവരൊക്കെ ഇത് എന്തിനാണെന്നറിയില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലേ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇത് ഒന്നുമില്ല, ആട്ടിയ വെളിച്ചെണ്ണയും ദന്തപാല ഇലയും മാത്രമേ ഉള്ളൂ. നമ്മൾ സൂര്യപ്രകാശത്തിൽ ഇതിനെ ഇല അതിലേക്ക് കരിയിച്ച് ഇളക്കി അതിൻ്റെ സത്ത് മുഴുവൻ എണ്ണയിലേക്ക് ഇറങ്ങി. അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഇത് തൊലയോട്ടിയിൽ വല്ലാതെ ചൊറിച്ചിലും താരൻ്റെ കേടുള്ള ഒരു ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമ്മളെ കയ്യമ്പിലൊക്കെ ഉണ്ടാവും, കാലുമ്പിലൊക്കെ ഒരു തരം സൊറിയാസിസ് പോലെ ചൊറിയലൊക്കെ, അതിനൊക്കെ ഇത് അത്യുത്തമമാണ്. വേറെ ഒന്നും വാങ്ങണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എനിക്ക് വിശ്വാസമില്ല. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് വേണം. അപ്പോൾ ഞാൻ ഏതായാലും 3-4 കിലോ ഇല അവിടെ നിന്ന് വാങ്ങിച്ചത് ആയുർവേദ കടയിലെ വൈദ്യരുടെ വീട്ടിൽ നിന്ന്. അപ്പളൊക്കെ എപ്പോഴും പൊട്ടിച്ചത് നിങ്ങളത് കണ്ടിട്ടുണ്ടാവില്ല. ടെറസിൻ്റെ മുകളിലേക്ക് ഞാൻ കൊടുന്ന് ഉണക്കാൻ വെക്കുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് എൻ്റെ നിന്ന് മേടിച്ചോട്ടോ. വേണ്ടവരൊക്കെ ഓർഡർ ചെയ്യണം. അതിൻ്റെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 96 56 16 29 90 എന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൾ ചെയ്യേ വാട്സപ്പ് ചെയ്താൽ മതി. അത് ഏറ്റവും സൗകര്യം. അപ്പോൾ നമ്മൾ എണ്ണ സേഫായിട്ട് എത്തിച്ചേരും. അതിന് നിങ്ങളെ അഡ്രസ്സ്, ഫോൺ നമ്പർ, പിൻകോഡ് എനിക്ക് വിട്ടു തന്നാൽ മതി. പലർക്കും ഇത് എങ്ങനെയെന്ന് അറിയാത്തവരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ എണ്ണ അയച്ചു തരും. അപ്പോൾ ഈ എണ്ണ നമുക്ക് കാണാം. മുന്തിരി കളറാണ് കേട്ടോ ഈ എണ്ണയ്ക്കുള്ളത്. ഒരു 3 ലിറ്റർ എണ്ണ ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഇനി വേണ്ടവർക്ക് ഇത് നമ്മളേന്ന് വാങ്ങിപ്പിക്കാം, അല്ലാത്തവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വാങ്ങിപ്പിക്കാം. അങ്ങനെ കിട്ടാണ്ട് ഇല കിട്ടാണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ മൂത്ത ഇലയാണ് ഏറ്റവും നല്ലത്. നമ്മൾ വാങ്ങുമ്പോൾ നമ്മളെ ഇഷ്ടത്തിന് ഇല കിട്ടിയെന്ന് വരില്ല, തളിരയിലൊക്കെ കിട്ടും കൂട്ടത്തിൽ. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൂത്ത ഇലയാണെങ്കിൽ ഇതിന് ഇത്തിരിയും കൂടി ഡാർക്ക് കളർ ഉണ്ടാവും. ഇതൊരു കേടുമില്ല കേട്ടോ, പേടിക്കേ വേണ്ട. അറിയാലോ എന്താ ഇതിൽ ചേർത്തിട്ടുള്ളതെന്ന്. അപ്പോൾ അത് വേണ്ടവരൊക്കെ വാങ്ങി ഉപയോഗിക്കണം. ഇനി പേടിക്കണ്ട, ചൊറിയണവർക്ക് എല്ലായിടത്തും. പിന്നെ മുറിയുടെ കറുത്ത കല അടക്കം ഇത് തേച്ചാൽ പോകുന്നുണ്ട്. വൈദ്യരെ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ എണ്ണ ഉണ്ടാക്കാൻ തീരുമാനിച്ചേട്ടോ. ഞാനൊരു ബോട്ടിൽ പണ്ട് വാങ്ങി ഉപയോഗിച്ചു. പക്ഷെ അത് എനിക്ക് അത്ര എഫക്റ്റായി തോന്നിയില്ല. ഇത്ര തന്നെ ഈ മണം അല്ലേ, ഇനി കുറച്ച് വേറൊരു മണമാണ് വന്നത്. അതിൽ എന്തൊക്കെ കെമിക്കൽ കൂട്ടിക്കണമെന്ന് നമുക്ക് അറിയില്ലല്ലോ, വാങ്ങുമ്പോൾ വിശ്വസിക്കുക. പക്ഷെ ഇതിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണല്ലോ, നിങ്ങളും കണ്ടതല്ലേ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അറിയാത്തവരുണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനത്തെ എണ്ണ ഉണ്ട് എന്നുള്ളത്, അറിയാത്തവരുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് വാങ്ങും ചെയ്യാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്താൽ അമ്മ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും. ബൈ.